Good morning, my dear students. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടു വേ മെത്തേഡാണ്. ടു വേ മെത്തേഡ് ബേസ്ഡ് ഓൺ ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തേഡ്. ടു വേ മെത്തേഡ് ഡിവൈഡ് ഓൺ കോൺകർ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ടു വേ മെത്തേഡിൽ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നൊരു പ്രധാനപ്പെട്ടൊരു സ്ട്രാറ്റജി ഓഫ് സോൾവിങ് ദിസ് പ്രോബ്ലം ഈസ് ദാറ്റ് വി ആർ യൂസിങ് ദിസ് അപ്രോച്ച്, ദാറ്റ് ഈസ് വൺ ഈസ് ദ ഡിവൈഡ് ആൻഡ് കോൺകർ സ്ട്രാറ്റജി. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഡിവൈഡ് ആൻഡ് കോൺകർ സ്ട്രാറ്റജിയാണ് ഈ ഒരു ടു വേ മെത്തേഡ് എന്ന് പറയുന്ന ഒരു ആൽഗോരിതം നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് സോൾവ് ചെയ്യാനുള്ള മെത്തഡോളജി എന്ന് പറയുന്നത് ഡിവൈഡ് ആൻഡ് കോൺകർ സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഡിവൈഡ് ആൻഡ് കോൺകർ സ്ട്രാറ്റജി നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതായത് സോ വി ആർ ദാറ്റ് ഈസ് ഓൺലി എ അപ്രോച്ച് ഫോർ സോൾവിങ് എ പ്രോബ്ലം, അല്ലേ? ഇറ്റ്സ് ഇസ് എ ഡിസൈൻ അപ്രോച്ച് ഫോർ സോൾവിങ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി മാത്രമാണ് ഡിവൈഡ് ആൻഡ് കോൺകർ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ. ഓക്കെ, so first you divide the problem and again you divide that problem into first you divide the problem into sub problems, conquering each problems. Therefore we will be getting the solutions of each sub problems, and finally you are combining all the solutions of the solutions of the sub problems, and you will get the final solution of the main problem. So that is the way of solving a problem in the case of divide and conquer strategy. ഓക്കെ, സോ ഇവിടെ നമ്മൾ ടു വേ മെത്തേഡിൽ യൂസ് ചെയ്യുന്നത് ഡിവൈഡ് ആൻഡ് കോൺകർ സ്ട്രാറ്റജിയാണ്. ഡിവൈഡ് ആൻഡ് കോൺകർ അപ്രോച്ചാണ് നമ്മൾ ടു വേ മെത്തേഡിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് കാണുന്നത് നമുക്കറിയാം, വി ഹാവ് എ സീക്വൻസ് ഓഫ് n എലമെൻറ്റ്സ്. നമുക്ക് സോർട്ട് ചെയ്യാനായിട്ട് ഒരു n എലമെൻറ്റ്സ് ഉണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് വി ഡിവൈഡ് ദ elements into divide the array into two portions. That is, ശരിക്കും പറഞ്ഞാൽ ഇതൊരു ക്ലാസിക്കൽ എക്സാമ്പിളാണ്. ഡിവൈഡ് ആൻഡ് കോൺകറിൻ്റെ ഏറ്റവും ക്ലാസിക്കൽ എക്സാമ്പിളാണ് ടു വേ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും രണ്ട് സെറ്റായിട്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഫസ്റ്റ് A1 to A എന്ന് പറയുന്ന സെറ്റ് ഓഫ് എലമെൻറ്റ്സ് നമ്മുടെ അറേയിൽ ഉണ്ടെങ്കിൽ സ്പ്ലിറ്റ് ദിസ് അറേ ഇൻറ്റു ടു സെറ്റ്സ്. ദാറ്റ് ഈസ് A of 1 to A of n/2. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോർഷനായി, ആൻഡ് A of n/2 plus 1 up to A of n, ദാറ്റ് ഈസ് എ ലാസ്റ്റ് എലമെൻറ്റ്. അപ്പോൾ A of 1 to A of n/2 എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫും, A of n/2 plus 1 plus A of n/2 up to n/2 plus 1 to A of n. ഓക്കെ, അപ്പോൾ രണ്ട് പോർഷൻ നമുക്ക് കിട്ടി. അപ്പോൾ സപ്പോസ് നിങ്ങളുടെ അറേയിൽ 10 എലമെൻറ്റ്സ് ആണെങ്കിൽ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് 1 to 5ഉം അടുത്തത് എന്തായിരിക്കും 6 to 10ഉം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത് മെത്തേഡിൽ ഈച്ച് സെറ്റ് ഫസ്റ്റ് ഹാഫിനെ നമ്മൾ ഇൻഡിവിജ്വലി സോർട്ട് ചെയ്യും, സെക്കൻഡ് ഹാഫിനെ നമ്മൾ ഇൻഡിവിജ്വലി സോർട്ട് ചെയ്യും, ആൻഡ് ദ റിസൾട്ടഡ് സോർട്ടഡ് സീക്വൻസ് ആ കിട്ടുന്ന എല്ലാ രണ്ട് മെർജ് ചെയ്ത് രണ്ട് സോർട്ടഡ് ആയിട്ടുള്ള അറേസിനെ, രണ്ട് ഹാഫിനെ നമ്മൾ സോർട്ട് ചെയ്ത് കഴിഞ്ഞു. രണ്ട് സോർട്ടഡ് ആയിട്ടുള്ള അറേസിനെ വി ആർ ഗോയിങ് ടു മെർജ് ടു പ്രൊഡ്യൂസ് എ സിംഗിൾ സോർട്ടഡ് സീക്വൻസ് ഓഫ് n elements. Single sorted sequence ആയിട്ട് finally you will get the array elements in the ascending order, and finally you will be merging the whole two arrays into a single sorted array. ഓക്കെ, അപ്പോൾ ഇതേ കൺസെപ്റ്റാണ് നമ്മളിപ്പോൾ ഡിവൈഡ് ആൻഡ് കോൺകറിൽ പോലെ, അല്ലേ? ഫസ്റ്റ് യു ഡിവൈഡ് ദ പ്രോബ്ലം ഇൻ ടു സബ് പ്രോബ്ലംസ്, ആൻഡ് അഗെയിൻ ഫൈൻഡിങ് ദ സൊല്യൂഷൻസ് ഓഫ് ഈച്ച് സബ് പ്രോബ്ലംസ് ആൻഡ് മെർജിങ് ദ and combining the solutions, and you will get the final solution. That is the process here happening here. So we are using the concept of two-way. We are using the concept of divide and conquer strategy to solve the problem of two-way method. ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ കാണാം എങ്ങനെയാണ് ടു വേ മെത്തേഡ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ വി ഹാവ് 7 എലമെൻറ്റ്സ്, അല്ലേ? 1 2 3 4 5 6 7 എലമെൻറ്റ്സ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് യു ആർ ഡിവൈഡിങ് ദിസ് കോംപ്ലെക്സ് പ്രോബ്ലം ഇൻ ടു സബ് പ്രോബ്ലംസ്. ഓക്കെ, യു ആർ ഡിവൈഡഡ് ബൈ 2. സോ യു ഹാവ് ഡിവൈഡഡ് ദ ഫസ്റ്റ് 7 ആയതുകൊണ്ട് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഓഡ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. അപ്പോൾ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 4 എലമെൻറ്റ്സിനെ ഫസ്റ്റ് പോർഷനായിട്ടും സെക്കൻഡ് പോർഷന് 3 എലമെൻറ്റ്സ് ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ പ്രോബ്ലം സ്മോൾ ആയോ? നമ്മൾ പറഞ്ഞു ഡിവൈഡ് ആൻഡ് കോൺകർ സ്ട്രാറ്റജിയിൽ നമ്മളൊരു കാര്യം പറഞ്ഞു, ഇത് പ്രോബ്ലം ഏറ്റവും സ്മോൾ ആയിരിക്കണം, എന്നാലേ നമുക്ക് സൊല്യൂഷൻ റിട്ടേൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മുടെ പ്രോബ്ലം സോൾവ് ആയിട്ടില്ല. സ്റ്റിൽ വി ഹാവ് 4 എലമെൻറ്റ്സ് ഇൻ ദ ഫസ്റ്റ് ഹാഫ്, ആൻഡ് സ്റ്റിൽ വി ഹാവ് 3 എലമെൻറ്റ്സ് ഇൻ ദ സെക്കൻഡ് ഹാഫ്. ഓക്കെ, സോ ദിസ് അഗെയിൻ യു ഡിവൈഡ് ദിസ് പോർഷൻ ഇൻ ടു two portions. That is, there are 4 elements in this portion. This consists of, the first half consists of 2 elements, and this
ഹാഫ് കൺസിസ്റ്റ് ഓഫ് 2 എലമെൻറ്റ്സ്. അപ്പോൾ വീണ്ടും ഈ അറേനെ ഡിവൈഡ് ചെയ്തു. Again this array also having more than one element, so again we divided into two portions, that is 9 and 82 ഒരു പോർഷൻ ആക്കി 10 and 10 ഒരു സിംഗിൾ പോർഷൻ ആയി. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഏറ്റവും മിനിമൽ സ്മോളസ്റ്റ് പ്രോബ്ലത്തിലേക്ക് എത്തി, ഏറ്റവും 10 എന്ന് പറയുന്ന സിംഗിൾ എലിമെൻറ്റിലേക്ക് എത്തി. പക്ഷേ ഇവിടെ ആയിട്ടില്ല, ഇവിടെ ഇപ്പോഴും പ്രോബ്ലം ഈസ് സ്റ്റിൽ ബിഗർ. ഓക്കെ, വി ഹാവ് 2 elements. Again you divide, so you got 38, 27, 43, 3, 9, 82, 10. Okay, so now the problem becomes very much smaller. Okay, now you can easily solve. ഇപ്പോൾ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. സോ ഓൺലി 1 element ഈസ് ദെയർ. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ 7 arrays ഉണ്ടെന്ന് വിചാരിക്കുക. 7 arrays ആണ് ഈച്ച് എലമെൻറ്റ് ഓരോ അറേയിലും. അത്രയും അങ്ങനെ ആലോചിച്ചാൽ മതി. സോ യുവർ പ്രോബ്ലം ഈസ് ടു സ്മോൾ ആയി. എഗെയിൻ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അടുത്ത പ്രോസസ്സ്, വി സ്റ്റാർട്ടഡ് മെർജിങ്. അപ്പോൾ ഇനി നമ്മൾ കമ്പൈൻ ചെയ്യാൻ പോകാം. യു ഗോട്ട് ദ സൊല്യൂഷൻ ഓഫ് ഈച്ച് സബ് പ്രോബ്ലംസ്, ദെൻ യു കമ്പൈൻ. ദാറ്റ് മീൻസ് യു നീഡ് ടു മെർജ്. ഓക്കെ, നമ്മൾ ഈ ഒരു എലമെൻറ്റും ഈ ഒരു അറേയിലെ എലമെൻറ്റും ഈ ഒരു അറേയിലെ എലമെൻറ്റും തമ്മിൽ മെർജ് ചെയ്യണു. ദെൻ യു കമ്പയർ വിച്ച് ഈസ് ദ smallest element. So you get the 27 is the smallest element. You combine 27 and 38. Again you compare 43 and 3. So 3 is the smallest element. So 3 and 43 combine. Again you combine the 9 and 82. 9 is the smallest element. Now other issues are there. 10 again put down here. So this element and this array and this array, so these are the two sorted subarrays. ഇതും ഒരു sorted ആയിട്ടുള്ള subarray ആണ്, ഇതും ഒരു sorted ആയിട്ടുള്ള subarray ആണ്. So you are merging these two sorted subarrays by comparing these two subarrays. Okay, so again you compare with this 3 and 27. So 3 is big, 3 is smaller. Again you come, so 27 and 43 you compare, therefore 27 is smaller. So 38 is the next bigger one and 43 is the next bigger one. So you got the first half sorted. Okay, first halfിനെ നമുക്ക് സോർട്ട് ചെയ്ത് കിട്ടി. Again the second halfിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 9ഉം 82ഉം and 10നെയും നമ്മൾ മെർജ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് യു ഗോട്ട്, ഫസ്റ്റ് 9 ആണ് ഏറ്റവും സ്മോളസ്റ്റ് എലമെൻറ്റ്, 10 ഈസ് ദ നെക്സ്റ്റ് സ്മോളസ്റ്റ് എലമെൻറ്റ് ആൻഡ് 82 ഈസ് ദ നെക്സ്റ്റ് എലമെൻറ്റ്. ഓക്കെ, സോ യു മെർജ്. സോ യു ഗോട്ട് ദ ടു sorted arrays. You got the two sorted arrays, that is this is the first half and this is the second half. Finally you will be merging the two arrays, two splitted arrays into one sorted array. So you can see all the elements are in the ascending order. All the elements are in the ascending order, 3, 9, 10, 27, 38. Okay, you reach the last value, that is 82. Okay, അപ്പോൾ രണ്ട് sorted arrayയും തമ്മിൽ മെർജ് ചെയ്തിട്ട് നമ്മൾ അവസാനം ഈ ഒരു മെയിൻ അറേയിലേക്ക്, മെയിൻ ഫൈനൽ റിസൾട്ടൻറ്റ് മെട്രിക്സിലേക്ക് അല്ലെങ്കിൽ ഫൈനൽ റിസൾട്ടൻറ്റ് അറേയിൽ നമ്മൾ വാല്യൂ സ്റ്റോർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പ്രോസസ്സ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഡിവൈഡ് ആൻഡ് കോൺക്വർ സ്ട്രാറ്റജി ഇവിടെ എന്താണെന്ന്, അല്ലേ? You divide the problem, so therefore the problem is too small. Again you combine each sub problems with the correct solution. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്? അസെൻഡിങ് ഓർഡറിൽ പ്രിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലേ? അതാണ് നമ്മുടെ സൊല്യൂഷൻസ്. ദാറ്റ് ഈസ് യു നീഡ് ടു സോർട്ട് ദ എലമെൻറ്റ്സ്. അഗെയിൻ യു കമ്പൈൻ ആൻഡ് ഫൈനലി യു കമ്പൈൻ ദ ടു സോർട്ടഡ് സബ്അറേസ്. ഓക്കെ, സോ ദിസ് ഈസ് വൺ ഓഫ് ദ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ടു-വേ മെർജ് സോർട്ട്. ഇത് നമ്മൾ എക്സാമിന് നമ്മൾ ഇങ്ങനെ തന്നെ എഴുതി വെക്കണം കേട്ടോ. എക്സാമിന് നമ്മൾ ടു-വേ മെർജ് സോർട്ട് പറഞ്ഞാൽ ആ പ്രോബ്ലം കാണിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ എഴുതി വെക്കണം. ഓക്കെ, അതിനോടൊപ്പം അൽഗോരിതം എഴുതണം. അത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ടു-വേ മെർജ് സോർട്ടിൻ്റെ അൽഗോരിതം എന്ന് പറയുന്നത് വളരെ ഷോർട്ടായിട്ട് ഒരു, ശരിക്കും പറഞ്ഞാൽ ഇതൊരു കൺട്രോൾ അബ്സ്ട്രാക്ഷനാണ്. ഒന്നും കാണിച്ചിട്ടില്ല, എന്തൊക്കെയാണ് നടക്കണതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. So to this merge sort algorithm, a recursive algorithm, you can see this algorithm, this function is calling again and again inside in this particular function. Okay, so merge sort എന്ന് പറഞ്ഞ ആ ഫംഗ്ഷനെ നമ്മൾ calling again and again here. So this is purely a recursive function, and here this merge, this is the main important function. ഇവനാണ് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. this is what we need to sort. Okay, so finally you want to combine the two sorted arrays with the proper ascending order. Okay, merge sortൽ എങ്ങനെയാണ് ആദ്യത്തെ രണ്ട് കേസ് വർക്ക് ചെയ്യണത്? Okay, you need to find the mid value, that is you need to split into two halves of array. അപ്പോൾ ഫസ്റ്റ് ഹാഫ് കിട്ടി, സെക്കൻഡ് ഹാഫ് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് മെർജ് സോർട്ടിൽ ആദ്യത്തെ പാർട്ടിനെ നിങ്ങൾക്ക് സോർട്ട് ചെയ്യണം, അല്ലേ? ഇതിങ്ങനെ
റിക്കസീവായിട്ട് വിളിച്ച് യു നീഡ് ടു ഫൈനലി യു വാണ്ട് ടു ഗെറ്റ് ദ ലാസ്റ്റ് സിംഗിൾ സ്മോളസ്റ്റ് വാല്യൂ. സോ മെർജ് സോർട്ട് ലോ മിഡ് എന്ന് പറയുന്ന ആ മെർജ് സോർട്ട് വാല്യൂ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കുറേ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടാവും ആ മെർജ് സോർട്ടിൽ. സോ എഗെയിൻ മെർജ് സോർട്ട് അടുത്ത മെർജ് സോർട്ട് ചെയ്യേണ്ടത് ഏതൊക്കെ എലമെൻസിനെയാണ്? മിഡ് പ്ലസ് 1, ഹൈ അല്ലേ. അടുത്ത ഇപ്പോൾ നമ്മൾ പറഞ്ഞു 10 എലമെൻറ്റ്സ് ആണെങ്കിൽ 1 to 5, 6 to 10 സെക്കൻഡ് പാർട്ട്. അപ്പോൾ 6 to 10 ആണ് ഈ പാർട്ട്, മിഡ് പ്ലസ് 1, ഹൈ. അപ്പോൾ അവിടെ നിന്ന് ഈ മിഡിൽ എലമെൻറ്റ് മുതൽ നെക്സ്റ്റ് ലാസ്റ്റ് എലമെൻറ്റ് വരെ ഹൈ. ദെൻ ഫൈനലി നിങ്ങൾക്ക് ഈ 3 പാരാമീറ്ററും വേണം അല്ലേ മെർജ് ചെയ്യാൻ. ലോ പാരാമീറ്റർ, മിഡ്, ദെൻ ഹൈ. ഓക്കെ, ദെൻ യു വിൽ ഗെറ്റ് ദ സോർട്ടഡ് സബ് അറേ. സോ ദിസ് ഈസ് എ വെരി abstract representation of a 2-way merge sort algorithm. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഈ മെർജ് സോർട്ട് അൽഗോരിതം വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് 2 സോർട്ടഡ് സബ് അറേ ആയിട്ട് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഫസ്റ്റ് ഹാഫും സോർട്ടഡ് ആണ്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. 5, 8, 10, 12 ആൻഡ് ദ അതർ സോർട്ടഡ് സബ് അറേ ഈസ് 2, 7, 9. ഓക്കെ, സോ യു ഗോട്ട് ദ 2 സോർട്ടഡ് സബ് അറേസ് ആൻഡ് ഫൈനലി ദ മെയിൻ ഒബ്ജക്റ്റീവ് ഈസ് ടു കമ്പൈൻ ദീസ് 2 സബ് അറേസ് അല്ലേ. ഈ 2 സബ് അറേയും നമുക്ക് കമ്പൈൻ ചെയ്യണം. ഓക്കെ, 2 സോർട്ടഡ് ആയിട്ടുള്ള സബ് അറേയും കമ്പൈൻ ചെയ്യണം വിത്ത് പ്രോപ്പർ ഓർഡറിങ് ഓഫ് ദ എലമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് ഇവർ പറയുന്നുണ്ട് ഒരു ഫൈനൽ റിസൾട്ടൻറ്റ് മെട്രിക്സ്. നിങ്ങൾ കമ്പൈൻ ചെയ്ത് കിട്ടുന്ന ഒരു ഒരു ഫൈനൽ റിസൾട്ടൻ്റ് അറേ, ഈ കമ്പൈൻ ചെയ്ത് കിട്ടുന്ന ആ അറേനെ നമുക്ക് ആ വാല്യൂസിനെ നമ്മൾ ഈ ഒരു ഫൈനൽ റിസൾട്ടൻ്റ് അറേയിലേക്ക് എടുത്തിടാം. ഓക്കെ, so first you compare the first array and the second array, so the first half and the second half. So you are comparing. So നമ്മളൊരു ഇൻക്രിമെൻറ്റ് വാല്യൂ വേരിയബിൾ ഉണ്ട്, ഇവിടെ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്, ഇവിടെ വൈ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്, ഇവിടെ ഐ എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ട്. ഇത് എപ്പോഴൊക്കെയാണ് ഇൻക്രിമെൻറ്റ് ചെയ്യുക? നമ്മൾ ഇവിടെ നിന്ന് ഈ അറേയിൽ നിന്ന് ഒരു വാല്യൂ എടുത്താൽ എക്സ് ഇൻക്രിമെൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതല്ല ഈ അറേയിലെ വാല്യൂ ആണ് സ്മോളർ എന്നുണ്ടെങ്കിൽ ഈ അറേയിലെ ഒരു വൈ ഇൻക്രിമെൻറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ നിന്നാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ എക്സ് ഇൻക്രിമെൻറ്റ് ചെയ്യും, ഇവിടെ നിന്നാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ വൈ ഇൻക്രിമെൻറ്റ് ചെയ്യും, അത് സ്മോളർ ആണോ എന്ന് നോക്കിയിട്ട്. ഇത് എപ്പോഴും ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും, എല്ലാ സമയത്തും ഇത് ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഐ അല്ലേ. നമുക്ക് ഓരോ സമയത്തും പുതിയ പുതിയ വാല്യൂസ് എവിടെ നിന്ന് വന്നാലും, ഈ 2 അറേയിൽ നിന്ന് വന്നാലും ഇവനെ നമുക്ക് ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ അറേ എടുക്കാം. നമുക്ക് ആദ്യത്തെ അറേയിൽ നമ്മൾ 5ഉം 2ഉം തമ്മിൽ കമ്പയർ ചെയ്തു. 5ഉം 2ഉം കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം. സോ 2 ഈസ് സ്മോളർ. ഓക്കെ, നമ്മൾ 2വിനെ നമ്മൾ പ്ലേസ് ചെയ്യുന്നു ഇങ്ങോട്ട് അല്ലേ. 5ഉം 2ഉം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 2വിനെ നമ്മൾ ഇങ്ങോട്ട് പ്ലേസ് ചെയ്തു, ഐനെ ഇൻക്രിമെൻറ്റ് ചെയ്തു, എക്സിനെ ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ബിക്കോസ് ഈ അറേയിൽ നിന്ന് നമ്മൾ ഒറ്റ വാല്യൂവിനെ എടുത്തിട്ടില്ല. 2വിനെ ഇവിടെ ഈ അറേയിൽ നിന്ന് നമുക്ക് വൈ ഇൻക്രിമെൻറ്റ് ചെയ്യണം ബിക്കോസ് 2 ഈസ് ഓൾറെഡി പ്ലേസ്ഡ് ഇൻ ദ റിസൾട്ടൻ്റ് അറേ. അപ്പോൾ നമ്മൾ വൈനെ ഇൻക്രിമെൻറ്റ് ചെയ്തു. നെക്സ്റ്റ് ഇപ്പോൾ ഇവിടെ എക്സ് 5ൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അടുത്തതിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നത് 5ഉം 7ഉം ആണ്. 5ഉം 7ഉം കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും 5 ഈസ് സ്മോളർ. സോ യു പുട്ട് ദാറ്റ് 5 ഇൻ ടു ദ റിസൾട്ടൻ്റ് അറേ. അഗെയിൻ ഐ ഈസ് ഇൻക്രിമെൻറ്റഡ്, ഐനെ നമുക്ക് ഇൻക്രിമെൻറ്റ് ചെയ്യണം, എക്സിനെ ഇൻക്രിമെൻറ്റ് ചെയ്യണം, ബട്ട് വൈ ഈസ് നോട്ട് ഇൻക്രിമെൻറ്റഡ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കേസ്, നെക്സ്റ്റ് എക്സ് ഇൻക്രിമെൻറ്റ് ചെയ്തു. 8നെയും 7 ഓൾറെഡി 8ഉം 7ഉം നമ്മൾ കമ്പയർ ചെയ്തു. 8ഉം 7ഉം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഏതാണ് സ്മോളർ. സോ 7 ഈസ് സ്മോളർ അല്ലേ. അപ്പോൾ 7നെ നമ്മൾ ഇവിടേക്ക് നേരെ പ്ലേസ് ചെയ്തു നമ്മുടെ റിസൾട്ടൻ്റ് അറേയിലേക്ക്. ബട്ട് എക്സ് വേരിയബിൾ മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല ബിക്കോസ് നമ്മൾ ഇവിടുന്ന് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ 8ഉം 7ലും 7 ഈസ് സ്മോളർ. സോ ഐ ഇവിടെ ഐ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ സമയത്തും എല്ലാ ഓപ്പറേഷനും ഐ ഇൻക്രിമെൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ 7നെ പ്ലേസ് ചെയ്തു. ബട്ട് ഹിയർ ദിസ് അറേ വൈ ഈസ് ഇൻക്രിമെൻറ്റഡ്, ഇവിടെ വൈ ഇൻക്രിമെൻറ്റഡ് ആയി. ഓക്കെ, അടുത്ത കേസിൽ നമ്മൾ നോക്കുന്നത് എന്താണ്? 8ഉം 9ഉം തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്തു. 8ഉം 9ഉം കമ്പയർ ചെയ്യുമ്പോൾ എന്താ പറയണേ? നമുക്ക് നോക്കിയാൽ മനസ്സിലാവും 8 ഈസ് സ്മോളർ അല്ലേ. 8 ഈസ് സ്മോളർ എന്ന് പറയുമ്പോൾ നമ്മൾ റിസൾട്ടൻ്റ് അറേയിലേക്ക് 8നെ പ്ലേസ് ചെയ്തു. എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ഇൻക്രിമെൻറ്റ് ചെയ്തു ബിക്കോസ് നമ്മൾ ഈ അറേയിൽ നിന്നാണ് വാല്യൂ എടുത്തത്. വൈ ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ബിക്കോസ് വി ആർ നോട്ട് ടേക്കൺ എനി വാല്യൂ ഫ്രം ദിസ് പെർട്ടിക്കുലർ അറേ. ഓക്കെ, സോ ദിസ് 8 ഈസ് പ്ലേസ്ഡ് ഹിയർ. അടുത്തപ്പോൾ ഇവിടെ ഐ ഇൻക്രിമെൻറ്റ് ചെയ്തു, ഐ നെക്സ്റ്റ് ഇതിലേക്ക് കയറി. അടുത്തത് 10ഉം 9ഉം തമ്മിൽ കമ്പയർ ചെയ്തു. 10ഉം 9ഉം 2 സോർട്ടഡ് സബ് അറേയിൽ 10ഉം 9ഉം കമ്പയർ ചെയ്തപ്പോൾ യു ഗോട്ട് ദാറ്റ് 9 ഈസ് ദ സ്മോളസ്റ്റ് വൺ. ഓക്കെ, സോ 9 ഈസ് പുട്ട് ഹിയർ. ഓക്കെ, 9നെ നിങ്ങൾ ഇവിടെ ഇട്ടു, ഈ റിസൾട്ടൻ്റ് അറേയിലേക്ക് ഇട്ടു. സോ 10 ഈസ് സ്റ്റിൽ ദെയർ ബട്ട് വൈ
നോക്കുക വൈനെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വൈയിൽ ഇനി വാല്യൂസ് ഒന്നുമില്ല ഈ ഒരു അറേയിൽ. രണ്ടാമത്തെ അറേ എന്ന് പറയുന്നത് സെക്കൻഡ് അറേയിൽ വി ഡോണ്ട് ഹാവ് എനി വാല്യൂസ്, ഓൾ ദ വാല്യൂസ് ആർ പുട്ട് ഇറ്റ് ഹിയർ. ദാറ്റ് ഈസ് 2 7 9 is here, like in the resultant array. So you can see that elements in this particular array. So again we have two remaining elements are in this the first sorted array. 10 and 12 എന്ന് പറയുന്ന രണ്ട് എലമെൻറ്റ്സ് the first sorted sub arrayil ഉണ്ട്. So this already which is sorted, there is no issue of comparison and all. So you can see that you can directly put that 10 in here, 10 to here, and 12 to this particular location. Okay, so first you put 10 here, so I is incremented, so x is incremented, then you got 12 is put it here, I is incremented, and x is incremented. So you got the resultant array, a sorted resultant array. So this is the function of merging. Okay, so this is the process that happening in the case of merging. So we have two sorted subarrays, compare each and every element, and finally you put all the elements in the sorting order in the resultant array. Okay, so this is the concept. എങ്ങനെയാണ് ഈ ആൽഗരിതം ഇപ്പം നമ്മൾ പറഞ്ഞ ഈ ആൽഗരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യണതെന്ന് നോക്കാം. ആൽഗരിതം എന്ന് പറയുന്നത് മെർജ് എന്ന് പറയുന്ന ഒരു ആൾക്കാരാണ്. ഈ മെർജിൽ നമുക്ക് വി ഹാവ് 3 പാരാമീറ്റേഴ്സ്, ലോ, മിഡ്, ഹൈ. നമ്മൾ പറഞ്ഞു നേരത്തെ നമ്മൾ ആൽഗരിതത്തിൽ പറഞ്ഞു വി നീഡ് ടു പാസ് 3 പാരാമീറ്റേഴ്സ്, ദ ഫസ്റ്റ് വാല്യൂ, ദ ലാസ്റ്റ് വാല്യൂ ആൻഡ് ദ മിഡിൽ വാല്യൂ. അതിനെ നമ്മൾ ഓരോന്നിനെയും നമ്മൾ ഒരു വേരിയബിളിൽ കിട്ടും. ഇപ്പോൾ നമ്മൾ കണ്ട വേരിയബിൾ ഐനെ നമ്മൾ ലോയിൽ കിട്ടു, എക്സിനെ നമ്മൾ ലോയിൽ കിട്ടു, അതുപോലെ തന്നെ വൈനെ നമ്മൾ മിഡിൽ +1. അപ്പോൾ എക്സ് ഐയും ഐ ഫസ്റ്റ് വാല്യൂവിൽ നിൽക്കണം റിസൾട്ടൻ്റ് അറേയിൽ. എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് സോർട്ടഡ് അറേയിലെ വാല്യൂ ആണ്, ഫസ്റ്റ് സോർട്ടഡ് അറേയിലെ വേരിയബിളാണ്, അതും ഫസ്റ്റ് പൊസിഷനിലാണ്. വൈ എന്ന് പറയുന്നത് എവിടെയായിരിക്കണം? സെക്കൻഡ് അറേയിലെ ഫസ്റ്റ് പൊസിഷനിലാണ് അല്ലേ. അപ്പോൾ അതായിരിക്കും വൈ. അപ്പോൾ നമ്മൾ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നിങ്ങൾക്ക് കാണാം എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ലൊക്കേഷൻ, വൈ എന്ന് പറയുന്നത് മിഡ് +1, ഇവിടെ നിന്നുള്ള വാല്യൂന്ന് അടുത്ത ലൊക്കേഷൻ 3 ആണെങ്കിൽ 3 + 1 4. ഓക്കെ, ഇവിടെ നമ്മുടെ റിസൾട്ടൻ്റ് അറേ അതും നമുക്ക് ലോയിൽ നിൽക്കണം, ഏറ്റവും ഫസ്റ്റ് ഇതിൽ നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷനിലാണ് ഐ നിൽക്കേണ്ടത്. ഓക്കെ, സോ ഹിയർ നമ്മുടെ ലൂപ്പ് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നോക്കാം. വൈൽ എക്സ് <= മിഡ് അല്ലേ, നമ്മുടെ ഫസ്റ്റ് കണ്ടീഷനാണ്. എക്സ് മിഡ് വരെ പോകണം, <= മിഡ് വരെ പോകണം. അതുപോലെ ആൻഡ് വൈ എന്ന് പറയുന്നത് മിഡ് +1 ആണ്, അതും ഹൈ വരെ പോകണം അല്ലേ. മിഡ് വൈ <= ഹൈ, ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഈ കണ്ടീഷൻ ട്രൂ ആവണ സമയങ്ങളൊക്കെ ഈ പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ്സ് വർക്ക് ചെയ്യണം. ഫാൾസ് ആകുമ്പോൾ ഡയറക്റ്റ്ലി ഗോസ് ടു ദ നെക്സ്റ്റ് പോർഷൻ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പോർഷൻ നമുക്ക് നോക്കാം. ആദ്യത്തെ കമ്പാരിസൺ അല്ലേ. ദ ഫസ്റ്റ് ഇഫ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇഫ് എ ഓഫ് എക്സ് <= എ ഓഫ് ഐ, നമുക്ക് ലെസ് ദാൻ അല്ലേ അറിയണ്ടേ അല്ലേ. ഇതിന് ചെറുതാണെങ്കിൽ എ ഓഫ് എക്സ് ചെറുതാണെങ്കിൽ എ ഓഫ് ഐ ആണെങ്കിൽ ദെൻ ഫസ്റ്റ് യു പുട്ട് ദ വാല്യൂ ഓഫ് എ ഓഫ് എക്സ് ഇൻറ്റു ബി ഓഫ് ഐ. ബി എന്ന് പറയുന്നതാണ് നമ്മുടെ റിസൾട്ടൻ്റ് അറേ കേട്ടോ. അപ്പോൾ നമ്മുടെ ബി ഓഫ് ഐയിലേക്ക് ലോയിലേക്ക് ഫസ്റ്റ് വാല്യൂവിനെ നമ്മൾ പ്ലേസ് ചെയ്തു. ഇവിടെ നമുക്ക് മനസ്സിലായി എക്സിലെ വാല്യൂ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്, അപ്പോൾ എക്സിനെയാണ് ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ സോ again suppose if you are taking the second sorted array with the value of second sorted array, you put the b of I, that is the first element here, else partla b of I equal to a of y. So you need to get the value of a of I that has to be stored in the resultant array. Okay, so avada endha increment cheyende, then we need to increment y equal to y + 1. So y is incremented. So always we need to increment the value of resultant array, the variable of resultant array, that is I equal to I + 1. അതിങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോയിക്കൊണ്ടേ ഇരിക്കണം. ഓക്കെ, അപ്പോൾ ഈ പോർഷൻ എത്ര സമയം വർക്ക് ചെയ്യും? എല്ലാ എലമെൻസും കഴിയുന്നവരെ, ഏതെങ്കിലും ഒരു അറേയിലെ എലമെൻസ് കഴിയുന്നവരെ വർക്ക് ചെയ്യും. ഇനി എങ്ങാനും സപ്പോസ് ഏതെങ്കിലും ഒരു അറേയിൽ, സപ്പോസ് ഫസ്റ്റ് ലെഫ്റ്റ് മോസ്റ്റ് അറേയിൽ ഫസ്റ്റ് അറേയിൽ സപ്പോസ് എനി റിമൈനിങ് വാല്യൂസ് ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പോൾ നേരത്തെ നമുക്ക് ഫസ്റ്റ് ലെഫ്റ്റ് മോസ്റ്റ് ഫസ്റ്റ് അറേയിലായിരുന്നു വാല്യൂസ് ബാലൻസ് ഉണ്ടായിരുന്നത്. സോ സപ്പോസ് ഇഫ് ദർ ഈസ് എനി എലമെൻറ്റ്സ് ഇൻ ദ ഫസ്റ്റ് അറേ, സോ ഈ ഗോട്ട് ഹിയർ അല്ലേ. സോ ദിസ് പാർട്ട് വിൽ വർക്ക്. സോ അഗെയിൻ ആ വാല്യൂസിനെല്ലാം തന്നെ റിസൾട്ടൻ്റ് അറേയിലേക്ക് എടുത്തിടണം.
സോ നമ്മൾ പറഞ്ഞു എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിഡ് ഫോർ കെ ഈക്വൽ ടു എച്ച് ടു മിഡ്. ഓക്കെ, എച്ച് നിന്ന് മിഡ് വരെ പോവുക. ബി ഓഫ് ഐ ഈക്വൽ ടു എ ഓഫ് കെ. ഓക്കെ, ബി ഓഫ് ഐ നിന്ന് എ ഓഫ് കെയിലേക്ക് ഇടുക. ആ വാല്യൂസിനെല്ലാം എ ഓഫ് കെയിലേക്ക് ഇട്ടു. അതുപോലെ ഇൻക്രിമെൻറ്റ് ചെയ്തു, ഐനെ ഇൻക്രിമെൻറ്റ് ചെയ്തു. ഐ എന്ന് പറയുന്നത് എന്തായിരുന്നു അല്ലേ, നമ്മുടെ റിസൾട്ടൻ്റ് അറേയിലെ വേരിയബിൾ. ഓക്കെ, അപ്പോൾ ബി എഫ് ഐയിലെ ഓരോ എ ഓഫ് കെയിലെ ഓരോ വാല്യൂസിനെയും നമ്മൾ ബി എഫ് ഐയിലേക്ക് പ്ലേസ് ചെയ്തു. എൽസ് സെക്കൻഡ് അറേയിലെ ഒരു വാല്യൂസാണ് നമ്മളവിടെ റിസൾട്ടൻ്റ് അറേയിൽ അല്ല റിമൈനിങ് എലമെൻറ്റ്സ് ആയിട്ട് വരുന്നത്. സെക്കൻഡ് അറേയിൽ നമുക്ക് എല്ലാ വാല്യൂസും കമ്പയർ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് എക്സാക്ട് ഡിവിഷൻ അല്ലെങ്കിലാണ് ഈ പ്രോബ്ലം വരിക. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു ഓഡ് നമ്പറിലായിരിക്കണം, ചിലപ്പോൾ ഓഡ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് നിങ്ങളുടെ അറേയിൽ എന്നുണ്ടെങ്കിലാണ് ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് വരിക. ഫോർ കെ ഈക്വൽ ടു വൈ ടു ഹൈ ടു, വൈൻ്റെ മുതൽ ഹൈ വരെ പോകണം. ദെൻ a of k equal to b of I. Okay, എല്ലാ എലമെൻറ്റ്സിനെയും റിമൈനിങ് എലമെൻറ്റ്സിനെയും we need to put all the values into the resultant array b of I. Again I is incremented. Okay, so this portion is over. ലാസ്റ്റ് നമ്മൾ ജസ്റ്റ് നമുക്ക് ഒന്ന് നമ്മുടെ ഒരു എ ഓഫ് ബി ഓഫ് ബിയിൽ ബി എന്ന് പറയുന്ന ഒരു അറേയിൽ നമുക്ക് എല്ലാ വാല്യൂസും ഉണ്ടാവും. അതെല്ലാം ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, എ എന്ന് പറയുന്ന ഒരു അറേയിലേക്ക് പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ദ ലാസ്റ്റ് പോർഷൻ ഫോർ എ കെ ഈക്വൽ ടു ലോ ടു ഹൈ ടു ഡു. ലോ ടു ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ബിക്കോസ് വി ഗോട്ട് ദ വാല്യൂ ഓൾ ദ വാല്യൂസ് ഇൻ ദിസ് പെർട്ടിക്കുലർ അറേ. പക്ഷേ എന്നാലും നമ്മൾ ഒരു ഇതിന് വേണ്ടിയിട്ട് റിസൾട്ടൻ്റ് അറേയിൽ നമ്മൾ എ എന്ന് പറയുന്ന അറേയിലേക്ക് എല്ലാ വാല്യൂസിനെയും ascending orderൽ sort ചെയ്യണം. So you are printing the A array. Okay, so this is the concept of, this is the algorithm of merge sort low comma mid comma high. Okay, thank you.